സിനിമ ഒരു ബോംബ്. പ്രവാസിനോർത്തൊക്കെ പറഞ്ഞു തന്നു, നിങ്ങൾ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തരും, അങ്ങനെ വല്ലതും പറഞ്ഞിട്ട് എനിക്ക് ആ പൈസ മുഴുവൻ അവർ സ്പെഷ്യൽ എഫക്ട്സിലേക്ക് ഇട്ടു എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും കോടികളൊക്കെ ആരും മുടക്കുമെന്ന് എനിക്കറിഞ്ഞു. പിന്നെ കിട്ടോളാ ആ ഒരു രീതിയിലൊക്കെ ഒരു ഇതുണ്ട്. സിനിമ ഒരു ബോംബ് പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്. സത്യം പറഞ്ഞാൽ ട്രെയിലറും കാര്യങ്ങളൊന്നും അങ്ങോട്ടൊക്കെ കണക്റ്റ് ആയില്ല. ഞാൻ വെച്ചു എന്തായാലും ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും കുറേ നാളേലും ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ഇറങ്ങിയപ്പോൾ കണ്ടു കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ ഒരു മഹാഭാരതത്തിൻ്റെ ഒരു വാർ സീക്വൻസ് കാണിച്ചപ്പോഴത്തേക്കും ഓക്കെ, ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. പക്ഷേ അപ്പോഴും ഒരു വ്യത്യസ്തതയുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന സീരിയലിലും സിനിമയിലും. പിന്നെ അത് കഴിഞ്ഞ് കുറേ കൂടെ പോയപ്പോഴത്തേക്കും കരിപുരണ്ട ജീവിതങ്ങൾ, നമുക്കറിയാം, KGF, സലാർ, ആ ഒരു മോഡിലേക്ക് സിനിമയുടെ കഥയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടോ പോലെ തോന്നി. അതിനുശേഷം പ്രഭാസ് വരുന്ന കാണിക്കുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ ഫാൻസിന് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇതുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തൊരു ഇന്നൊക്കെ പോയല്ലേ എന്നൊക്കെ രീതിയിലങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ സിനിമ ഒന്ന് ടേക്ക് ഓഫ് ചെയ്യും. പിന്നെ നമ്മളിങ്ങനെ സംഭവം കൊള്ളാമല്ലോ, ഇത് സംഭവം കൊള്ളാം. അതിനിടയ്ക്ക് ദുൽഖർ സൽമാൻ വരുന്നുണ്ട്, അതിനിടയ്ക്ക് അനാബൻ വരുന്നുണ്ട്. അനാബൻ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനാബലിൻ്റെ കഥാപാത്രം വളരെ മികച്ചമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലെജൻസ് എല്ലാം വന്നു പോകുന്നുണ്ട്. കമലഹാസൻ, ശോഭന, അങ്ങനെ എല്ലാവരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അപ്പോൾ നമുക്കെല്ലാം കണക്ട് ചെയ്ത് പോയി. പിന്നീട് അങ്ങോട്ട് ഒരു ഇൻ്റർവെല്ലൊക്കെ കഴിയുമ്പോഴത്തേക്കും സംഭവം ഇருக்கு. പിന്നെ സെക്കൻഡ് ഹാഫ് പൊളിച്ച്. പിന്നെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല എന്നെ സംബന്ധിച്ച്. നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും എനിക്കറിയാം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് മൈനസ് പോയിൻറ്റ്സ് തീർച്ചയായിട്ടും ഒരു സിനിമകൾക്ക് ഉണ്ടാവാൻ സാധ്യത നമുക്ക് എല്ലാവർക്കും പറയും. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഒരു ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഇങ്ങനത്തെ കുറച്ച് നല്ല രീതിയിൽ അവർ വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ മൊത്തം ബജറ്റിൻ്റെ ഇവർ പ്രവാസിനോർത്തൊക്കെ പറഞ്ഞു തന്നു, നിങ്ങൾ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തരും, അങ്ങനെ വല്ലതും പറഞ്ഞിട്ട് എനിക്ക് ആ പൈസ മുഴുവൻ അവർ സ്പെഷ്യൽ എഫക്ട്സിലേക്ക് ഇട്ടു എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും കോടികളൊക്കെ ആരും മുടക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ആ ഒരു രീതിയിൽ വൃത്തിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മഹാഭാരതത്തിലെ ചില കഥാപാത്രങ്ങൾ നമുക്ക് റെഫറൻസ് വരുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരാവശ്യമില്ല. ഏതൊരു ഇന്ത്യക്കാരനും ഒരു ജാതിമത വ്യത്യാസമില്ലാതെ അവർക്ക് പെട്ടെന്ന് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന കാര്യങ്ങളാണ്. അതിൽ തന്നെ മഹാഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള കഥാപാത്രം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീകൃഷ്ണനോ അർജുനനോ അല്ലാതെ വേറൊരു കഥാപാത്രമാണ്. അത് ആരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കഥാപാത്രമാണ്. അപ്പോൾ ആ ഒരു കഥാപാത്രം നമുക്കൊരു വേദനയോടെ നമ്മളെപ്പോഴും ഒരു കഥാപാത്രത്തിൽ കാരണം അർഹതപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ആ ഒരു, പക്ഷേ നമ്മുടെ മനസ്സിലെല്ലാം അദ്ദേഹത്തിന് ഭയങ്കര എല്ലാവർക്കും മുകളിലാണ്. ആ ഒരു കഥാപാത്രത്തിനെ നമ്മൾ റെഫർ ചെയ്ത് സ്ക്രീനിലേക്ക് ഇങ്ങനെ വരുമ്പോഴില്ല ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് പറ എനിക്കറിയാം പറ, അത് കാണിക്കുമ്പോഴത്തേക്കും ഇതില്ല, അതൊരു നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് തുടക്കത്തിൽ പ്രഭാസ് ഇങ്ങനെ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഇതൊക്കെ കാണിക്കും. പക്ഷേ അവസാനം വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ബാഹുബലിയുടെ ആ ഒരു ഇതൊക്കെ പുള്ളിയുടെ മുഖത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ ഒരു സീനിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ ഹാഫ് ഇത് മാത്രമായിട്ട് ഇങ്ങനെ കണ്ണ് തുറക്കുന്ന ഒരു സീനുണ്ട്. നമുക്ക് ഞാനൊരു ടിപ്പിക്കൽ ഒരു ഫാനിസം വെച്ചിട്ട് പറയുന്നതല്ല, നമുക്കത് കാണുമ്പോഴത്തേക്ക് അത് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ കമലഹാസൻ്റെയും കുറച്ചൊരു ഭാഗം സ്ക്രീൻ പ്രസൻസേ ഉള്ളൂ. പക്ഷേ ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ മൂഡ് പോകും. പക്ഷേ നമുക്ക് മലയാളികൾക്ക് പിന്നെ അറിയണ്ടല്ലോ കമലഹാസനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വിളയാട്ടം ഉണ്ടായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രവാസിനെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഫാൻസിന് വേണ്ടിയിട്ടായിരിക്കും ഒരു രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ അവസാനമായപ്പോഴത്തേക്കും എല്ലാവരും മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അനാബൻ എടുത്തു പറയേണ്ടതാണ്, വളരെ നന്നായിട്ട് മലയാളി പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അവമാനിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരത്തിയുടെ കഥാപാത്രം ഇങ്ങനെ കഴിഞ്ഞൊടിച്ചുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ചെയ്യുന്ന പോലെയാണ് പുള്ളിക്കാരത്തി ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ക്യാമിയോസ് ഉണ്ട്. രാജമൗലി വരുന്നുണ്ട്, രാംഗോപാൽ വർമ്മയുടെ ക്യാമിയോ ഉണ്ട്. രാജമൗലിയുടെ ക്യാമിയോയിനകത്ത് അദ്ദേഹവും പ്രവാസമായിട്ടുള്ള ഒരു കുറച്ച് ഇതുണ്ട്, സംസാരമുണ്ട്, ഡയലോഗ്സ് ഉണ്ട്. ആ ഡയലോഗ്സ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും, കാരണം അവരൊരുമിച്ച് ഇതിൽ വന്നതാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് നിന്നെ പിന്നെ കിട്ടോളാ, ആ ഒരു രീതിയിലൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പിന്നെ ഇതിന് മലയാളം ഡയലോഗ്സ് എല്ലാം നല്ല രീതിയിൽ, കുറച്ച് പാട്ടിൻ്റെ ഒരു സീക്വൻസസിൽ മാത്രം കുറച്ചൊരു അപാകത പോലെ തോന്നി. അത് ഒഴിച്ചു കഴിഞ്ഞാൽ മലയാളം ഡയലോഗ്സും കാരണം ക്ലീനായിരുന്നു. ഡബ്ബിങ്ങും ഇതെല്ലാം വളരെ ക്ലീൻ ആയിരുന്നു. എനിക്ക് അറിയേണ്ടത് ഇപ്പം പ്രവാസിൻ്റെ ഒരു വെഹിക്കിളിൽ നമ്മൾ സിരി പോലത്തെ ഒരു കഥാപാത്രം വരുന്നുണ്ട്. അത് ഡബ് ചെയ്തത് മലയാളത്തിൽ ആരാന്ന് അറിയില്ല, എന്തെങ്കിലും കിടിലൻ സൗണ്ടായിരുന്നു. അതൊക്കെ തപ്പി കണ്ടുപിടിക്കുന്നത് ആരൊക്കെ ഇതൊക്കെ ഡബ് ചെയ്തതെന്ന്. പിന്നെ പൊതുവേ എനിക്ക് പ്രവാസിന് ഡബ് ചെയ്യുന്ന അരുൺ എന്ന അദ്ദേഹത്തിൻ്റെ സൗണ്ട് എനിക്ക് ഒരു പക്ഷേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ നിന്നപ്പോഴത്തേക്കും എനിക്ക് വളരെ കണക്ട് ചെയ്യുന്നു. ഇപ്പം കേട്ട് നമ്മൾ വെറുത്ത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതല്ല, എനിക്ക് പുള്ളിൻ്റെ ഇതിൽ പ്രവാസിന് നന്നായിട്ട് രീതിയിൽ മാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ
എന്നെ സംബന്ധിച്ചൊരു പൈസ വസൂൽ ഒരു അനുഭവമായിരുന്നു സിനിമ. പിന്നെ തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഞാൻ ആദ്യ കൈയടി ഞാൻ കൊടുത്തതിൻ്റെ സംവിധായകൻ തന്നെയായിരിക്കും, സംവിധായകനും അതിൻ്റെ അണിയറ പ്രവർത്തകനും. കാരണം അവരാണ് ഇതെല്ലാം ഡയറക്റ്റ് ചെയ്യുന്നത്. അവർ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഓൺ സ്ക്രീനിൽ അവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വളരെ നീറ്റായിട്ട് ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടികളൊക്കെ ചിലപ്പോൾ അവർക്ക് കൊടുത്തുനിന്ന് പണം വിജയിക്കുകയാണെങ്കിൽ തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ സിനിമയൊക്കെ ഇല്ലാതിരിക്കുകയില്ല, അല്ലെങ്കിൽ നിങ്ങൾ സിനിമയൊക്കെ ഫ്ലോപ്പ് ഞാൻ തമാശയ്ക്ക് പറഞ്ഞാണ്. അങ്ങനെയൊക്കെ കൊടുത്തിട്ട് എന്തോ എനിക്ക് പേഴ്സണലി വർക്കൗട്ടായി സിനിമ. തീർച്ചയായിട്ടും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടണം.